വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പൂജാരി ശിവലിംഗത്തിന്റെ പുറകിൽ മുകളിലായിട്ട് വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ണാടിയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. ഏത് സീസണിലും ഈ വെള്ളം ഒരിക്കലും കവിഞ്ഞൊഴുകുകയോ വറ്റുകയോ ചെയ്യില്ല. ഈ വെള്ളം പവിത്രമാണെന്ന് ഇവിടുത്തെ ജനം വിശ്വസിക്കുന്നു. ഈ പവിത്ര ജലം ഭക്തർ ശേഖരിക്കുന്നു. ഈ വെള്ളം നീക്കം ചെയ്താലും അത് വേഗത്തിൽ വീണ്ടും നിറയുന്നു. 12 വർഷം കൂടുമ്പോൾ ശിവലിംഗത്തിന്റെ വലിപ്പം വർദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. There is a small depression on the top of the Shivalinga that continually contains water. This water never dries up, regardless of the season. The water is believed to be sacred and devotees collect it as holy water. The water in the depression remains constant, never overflowing or drying up. Even when the water is removed, it quickly refills. This phenomenon amazes visitors and adds to the temple's mystique. The Shivalinga is believed to grow in size every 12 years. ഐതിഹ്യമനുസരിച്ച് കൃഷ്ണ നദിയിലെ നിവാസികൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പട്ടിണിയും വരൾച്ചയും ഭഗവാൻ ശിവനെ വളരെ അധികം ബാധിച്ചു. ഹന്നമക്കൊണ്ടയിലെ 1000 തൂൺ ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹം മേലെച്ചെരുവ് വനപ്രദേശത്തേക്ക് ഇറങ്ങി. തങ്ങളുടെ കൂട്ടത്തിലെ ഒരു പശു കാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പാൽ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ യാദവ ചക്രവർത്തിമാർ സ്വയം പ്രത്യക്ഷപ്പെട്ട് ശിവലിംഗം കണ്ടെത്തി. ലിംഗം അഴിച്ചു മാറ്റിയപ്പോഴും അത് സ്ഥാനത്ത് തന്നെ തുടർന്നു. ഒരു അമാനുഷിക ദർശനത്തിന്റെ ഫലമായി യാദവ ഭരണാധികാരി ഗംഗബോയിൻ മല്ലണ്ണ 1126 ക്ഷേത്രം നിർമ്മിക്കുകയും മേലെ ചെരുവിനെ ദക്ഷിണകാശി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. According to legend, the starvation and drought that the residents of the Krishna River region were going through had a profound impact on Lord Shiva. He went down to the Melecheru forest area from the 1000 pillar at Hannamkota. The Yadava emperors came upon the Swayambhu, self-manifested Shivalinga when they observed that a cow from their herd was bringing milk to particular location in the forest. Even when the linga was taken off, it remained in place. As a result of supernatural vision, Yadava ruler Gangaboyin Mallanna constructed the temple in 1126 and named Melecheru the Dakshina Kashi. This is the legend about this temple.
ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല പല ദേവന്മാരുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീ സ്വയംഭൂ ശംഭു ലിംഗേശ്വര സ്വാമി വാരി ജലപ്രസാദം. ഇവിടെ നിന്നും ഭക്തർക്ക് പവിത്ര ജലം ശേഖരിക്കുന്നു. ഇതിന്റെ മെയിൻ കവാടത്തിലൂടെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ക്ഷേത്രത്തിന് 3 കവാടങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പുറമെയുള്ള ഡിസൈൻ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി വരുന്നതിന് മുന്നോടിയായിട്ട് ഈ ക്ഷേത്രത്തിന്റെ മിനുക്ക് പണി നടക്കുകയാണ്. ഇതിന്റെ ചുറ്റുമതില് ഇതിന്റെ ചുറ്റുമതിലാണ് നമ്മൾ കാണുന്നത്. ഈ ചുറ്റുമതിലും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ നീളം കൂടിയ ചുറ്റുമതിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പുതിയ കവാടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്.
1000 വർഷം പിന്നിട്ടെങ്കിലും ഇന്നും ഈ ക്ഷേത്രം അവർ നന്നായി സൂക്ഷിക്കുന്നു. എല്ലാ വർഷവും ഉത്സവ സീസണിൽ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക്, പെയിന്റിങ് എല്ലാം നന്നായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാശിവരാത്രി എന്ന ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് 5 ദിവസത്തേക്ക് ഇവിടെ ഭയങ്കരമായ ഉത്സവമായിരിക്കും. നമ്മൾ ഇതിൻ്റെ മറുവശത്തേക്ക് പോകുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ടെമ്പിളിന്റെ പേരാണ് ഭവാനി ടെമ്പിൾ. ഈ റോഡിന്റെ ഒരു വശം ശ്രീ ശംഭു ലിംഗേശ്വര ടെമ്പിളും മറുവശം ഭവാനി ടെമ്പിളും ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഭാഗത്തും ഒരു കവാടം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 കവാടമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.